അനധികൃത കോളനികൾ നിയമവിധേയമാക്കലും പുനരധിവാസവും എല്ലാ കാലത്തും ഡൽഹിയിൽ പ്രചാരണ വിഷയമാണ്. 15 ലക്ഷം വോട്ടർമാരാണ് ഡൽഹിയിലെ ചേരികളിൽ കഴിയുന്നത്. കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഒഴിയാത്ത മദ്രാസി ക്യാമ്പിൽ ഉള്ളവർ രാഷ്ട്രീയ പാർട്ടികളോട് പറയുന്നത് മെച്ചപ്പെട്ട സ്ഥലത്ത് പുനരധിവാസം ഒരുക്കുന്നവർക്ക് വോട്ട് എന്നാണ്. 400 കുടുംബങ്ങൾ ആണ് മദ്രാസി ക്യാമ്പിൽ മാത്രം കഴിയുന്നത്. என் பேர் முருகன். இங்கே நான் 40 வருஷமாக இருக்கிறேன். குள்ளம்மா 55 வருஷமாக இருக்கிறோம். മുരുകനും കുള്ളമ്മയും ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഡൽഹിയിലെത്തിയിട്ട് വർഷം 50 കഴിഞ്ഞു. കുടുംബവുമായി ബാരാപ്പുള്ള ഫ്ലൈ ഓവറിന് സമീപത്തെ ചേരിയിലാണ് താമസം. ആധാറും റേഷനും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും ഒക്കെ ഇവിടെ തന്നെ. സൗത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ജംഗ്പുര മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചേരിയുടെ പേര് മദ്രാസി ക്യാമ്പ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഈ മദ്രാസി ക്യാമ്പിൽ കഴിയുന്നവർ. 400-ലധികം കുടുംബങ്ങളുണ്ട് ഈ ക്യാമ്പിൽ. പലരും 60 വർഷം മുമ്പ് ഇവിടെ എത്തിയവർ. 400-ലധികം കുടുംബങ്ങളിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവർ. അവശേഷിക്കുന്നവർ ബീഹാറിൽ നിന്നും യുപിയിൽ നിന്നും. മദ്രാസി ക്യാമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ചിത്രം ആലേഖനം ചെയ്ത അരങ്ങുകൾ കാണാം. ഡിസംബർ 5-ന് പുരട്ചി തലൈവയുടെ 9ാം ചരമവാർഷികം ആചരിച്ചതാണ്. ഓരോ വീടിന്റെയും ഉമ്മറത്ത് കോലമുണ്ട്. ഡൽഹിയിലാണെങ്കിലും ഇപ്പോഴും തമിഴ് ആചാരം കൈവിടാത്തവർ. ക്യാമ്പിനകത്ത് മാരിയമ്മൻ കോവിലുമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മദ്രാസി ക്യാമ്പ് വാർത്തകളിൽ നിറഞ്ഞത്. ഒരാഴ്ചക്കുള്ളിൽ ഒഴിഞ്ഞു പോകാനായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശം. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും കുടിയൊഴിപ്പിച്ചേക്കാമെന്ന ഭീതി ഇവർക്കുണ്ട്. പുതിയ താമസ സൗകര്യം ക്യാമ്പിലെ ചിലർക്കെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം 50 കിലോമീറ്റർ അകലെ. അവിടേക്ക് മാറിയാൽ ഉപജീവന മാർഗം നഷ്ടപ്പെടുമെന്ന് ഇവർ പറയുന്നു. நாங்கள் ரொம்ப நாளாக அங்கே வீட்டிலே இருக்கோம். பசங்களாம் சின்ன சின்ன பசங்க வச்சுருக்கோம். நாங்களாம் கூலி வேலை பக்கத்துலேயே தான் போய் செய்யணும். ரொம்ப தூரத்தில் கொண்டு போய் விட்றாங்க. நாங்கள் எப்படி 50 கிலோமீட்டருக்கு அண்ணாறு கொண்டு விட்டாக்கா நாங்கள் எப்படி வந்து வேலை செய்ய முடியாது. எங்களால் எதுவும் பண்ண முடியாது. அது கிட்டத்திலே விட்டாக்கா எங்களுக்கு நல்லா இருக்கும். ரொம்ப தூரத்தில் விட்டாங்கனாக்கா ஒன்றும் எங்களால் பண்ண முடியாது. വോട്ടെടുപ്പായതോടെ ഇവരുടെ പുനരധിവാസം വീണ്ടും തെരഞ്ഞെടുപ്പ് വിഷയമായി. ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ വാക്പോര് വരെയായി. എന്തായാലും വീട് തരുന്നവർക്ക് വോട്ടെന്ന നിലപാടിലാണിവർ. இங்கே எங்களுக்கு யார் ஓட்டுறாங்களோ அவங்களுக்கு ஓட்டு போடுவோம். யார் எங்களுக்கு உதவி பண்ணுறாங்களோ அவங்களுக்கு நாங்கள் ஓட்டு போடுவோம். யார் தராங்களோ அவங்களுக்கு ஓட்டு போடுவோம் நாங்கள். അത് കണ്ടിപ്പാ. പോരാട്ടം കടുക്കുമ്പോൾ ഇവരുടെ വോട്ടുകളും വിധിയിൽ നിർണായകമാകും. KP ധനേഷിനൊപ്പം ന്യൂഡൽഹിയിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. 41 പൈസ ഇടിഞ്ഞ് 87.02 എന്ന നിലയിലാണ് ഇപ്പോൾ രൂപയുടെ മൂല്യം.